അതൊക്കെ നമുക്ക് ആലോചിക്കാം. മാനസിക നല്ല ക്ഷീണമുള്ളല്ലേ, ചെല്ല്. താനെന്തിനാ മഹേന്ദ്ര ശർമ്മയോട് 2 ആഴ്ചത്തെ സമയം ചോദിച്ചത്? അത് അപ്പോ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത് സൂര്യ, അതുകൊണ്ട് പറഞ്ഞതാ. താൻ എവിടുന്ന് സുനിലിനെ കണ്ടെത്തി കൊടുക്കും? എന്റെ മനസ്സ് പറയുന്ന സൂര്യ, അതിനുള്ളിൽ സുനിലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടും. തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഭാവന. ആന്റിയുടെ വിഷമം കണ്ടപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല സൂര്യ. എങ്ങനെയെങ്കിലും മാനസെ രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി. ആ മഹേന്ദ്ര ശർമ്മ ഒരു നമ്പർ 1 ഫ്രോഡാ. ഇതൊക്കെ അയാളുടെ ഒരു ഡ്രാമയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമ്മളെ ഒന്ന് വരട്ടെ. എനിക്ക് മനസ്സിലായില്ല സൂര്യ. ഇയാളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ അനുസരിക്കാൻ CM-ന് വേറെ പണിയൊന്നുമില്ലേ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആരെയും നമ്മള് നിസ്സാരമായിട്ട് വിലയിരുത്തേണ്ട സൂര്യ. SI അജിത് സാറല്ലേ അങ്കിളിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്? അജിത് സാറിന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ആ എന്തോ ആവട്ടെ, താനൊന്ന് ശ്രദ്ധിച്ചോ, ഇവനൊന്നും വിശ്വസിക്കണ്ട. താമ്പ ഇരിക്കെ. കുടിക്കും മോളെ. കുറച്ചുകൂടെ. ദേവേട്ടാ, ദേവേട്ടാ. അയ്യോ മോളെ, 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 എന്താ പറ്റി മോളെ? എന്റെ പൊന്നു മോളെ, നിനക്ക് എന്ത് പറ്റിയടി? മോളെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോളെ, 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 എങ്ങനെയാണ് മനസ്സ് പുറത്തിറങ്ങി? ഭാവന ഇടപെട്ട മനസ്സെ പുറത്തിറക്കിയത്. രണ്ടാഴ്ചക്കുള്ളിൽ സുനിൽ ശർമ്മയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ഭാവന അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാവുന്ന സുനിലിന്റെ അച്ഛനും അമ്മയ്ക്കും ഭാവന വാക്കു കൊടുത്തിരിക്കുന്നത്.